जय जय भारत माता, जय जय भारत, जय जय पणिमुड़क्कु, जय जय डिस्पणियडिचेरुन्नु തൊഴിലാളികളുടെ ശക്തി ഇതാ, ജയ് 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 വിലക്കയറ്റം പിടിച്ചു നിർത്താൻ. ഈ ഹർത്താലിനോടും പണിമുടക്കിനോടും അനുബന്ധിച്ച് ഞങ്ങളൊരു വില നിലവാര പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് BMS തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുള്ളതല്ല. ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം തയ്യാറാക്കിയിട്ടുള്ള 2006-ലെയും 2009-ലെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലകൾ തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ് ആ വില നിലവാര പട്ടിക. അത് പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവും 3-4 ഇരട്ടി സാധനങ്ങളുടെ വില വർദ്ധിച്ചിരിക്കും. സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ജീവിത ചെലവ് വർദ്ധിക്കും. ആ ജീവിത ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച് തൊഴിലാളികളുടെയോ കർഷകരുടെയോ മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെയോ വരുമാനം വർദ്ധിക്കുന്നില്ല. വരുമാനം വർദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനം കുറയുന്ന സാഹചര്യവും നിലനിൽക്കുകയാണ്. നമ്മുടെ ഭരണാധികാരികൾ സ്വീകരിക്കുന്ന നിലപാടെന്താണ്? വിലവർദ്ധനവ് ആരംഭിച്ച സന്ദർഭത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നിത്യോപയോഗ സാധനങ്ങളുടെ ഭക്ഷണ വസ്തുക്കളുടെ എല്ലാം വില വർദ്ധിക്കുമ്പോൾ അത് ഈ അടുത്ത കാലങ്ങളിൽ രാഷ്ട്രീയക്കാർ ഇത്രയും നാള് നീക്കി ഇത്രയും ദിവസത്തിനു മുമ്പ് കാലത്തെ ഉണർന്നിട്ട് ആ ആളിന് തോന്നിയാണ് ഇവിടുത്തെ ഏറ്റവും ഒരു പഞ്ചായത്തിൽ പോലും കെട്ടിവെക്കാൻ കാശ് കിട്ടാത്ത ഇലക്ഷനിൽ നിന്ന് അവര് പോലും കണ്ണു തുറന്നിട്ട് പ്രഖ്യാപിക്കും ഹർത്താല്.